ഹലോ, അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോമോളിക്യൂൾസിൽ നമ്മൾ ബയോമൈക്രോ മോളിക്യൂൾസ് കണ്ടു. അതായത് മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞവർ, ഒരു 800 ഡാലറ്റ്സിൽ നിന്നൊക്കെ കുറഞ്ഞവരാണ് ബയോമൈക്രോ മോളിക്യൂൾസ്. ഇനി മാക്രോ മോളിക്യൂളിലെ ഫസ്റ്റ് ആയിട്ടുള്ള ബയോമാക്രോ മോളിക്യൂൾ പ്രോട്ടീൻ കണ്ടു. പ്രോട്ടീൻ്റെ ഫങ്ഷൻസും സ്ട്രക്ചറും ഒക്കെ കണ്ടു. പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട്, ആക്ട് ആസ് എ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ആൻറ്റിബോഡീസ്, റിസപ്റ്റേഴ്സ്, ഹോർമോൺസ്, പിന്നെ അതിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, ക്വാട്ടേർണറി സ്ട്രക്ചേഴ്സൊക്കെ കണ്ടു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ബയോമാക്രോ മോളിക്യൂളാണ്. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ വേറെ പേര് പോളിസാക്രൈഡ്സ്. അപ്പോൾ തന്നെ അറിയാം, ദേ ആർ പോളിമേഴ്സ് ഓഫ് ഷുഗേഴ്സ്, സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ മോണോസാക്രൈഡ്സ്. Carbohydrates are the polymers of simple sugars or monosaccharides, and they are linked by glycosidic bond. നേരത്തെ പ്രോട്ടീനിലെ ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട് ആയിരുന്നു. ഇവിടെ കാർബോഹൈഡ്രേറ്റിലെ ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ ഇൻഡിവിജ്വൽ മോണോസാക്രൈഡ്സ് ആർ ലിങ്ക്ഡ് ബിറ്റ്വീൻ two carbon atoms by dehydration. ഡീഹൈഡ്രേഷൻ വഴി, അതായത് ഒരു വാട്ടർ മോളിക്യൂളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് മോണോസാക്രൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവുക. ഇനി പോളിസാക്രൈഡ്സിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഒക്കെ ഇതിന് എക്സാമ്പിളാണ് പോളിസാക്രൈഡ്സിന്. ഫസ്റ്റ് വണ്ണാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ അത് പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് പ്ലാന്റ് ടിഷ്യൂവിലെ എനർജി സ്റ്റോറിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ഹോൾഡ് അയഡിൻ മോളിക്യൂൾസ് ഇൻ ദ ഹെലിക്കൽ പോർഷൻ ഓഫ് ഗിവിങ് ബ്ലൂ കളർ. അത് നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കഞ്ഞിവെള്ളത്തിലേക്ക് അയഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നീല കളർ കാണും എന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർച്ച് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് പോലത്തെ സ്ട്രക്ചറാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ആ സ്ട്രക്ചറിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിവിടെ കാണാം. അതായത് ഇതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇറ്റ് ക്യാൻ ഹോൾഡ് അയഡിൻ മോളിക്യൂൾ. അപ്പോൾ അയഡിൻ മോളിക്യൂൾ ഈ സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അങ്ങനെയാണ് ഒരു ബ്ലൂ കളർ അതിന് അപ്പിയർ ചെയ്യുന്നത്. അടുത്ത പോളിമറാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. സെല്ലുലോസ് ഇസ് എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാന്റ് സെൽ വോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. നമുക്കറിയാം, പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ട്, ആനിമൽ സെല്ലിനില്ല. അപ്പോൾ ആ സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അതുപോലെ കോട്ടൺ ഫൈബർ, അതൊക്കെ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന് കോംപ്ലക്സ് ഹെലിക്സ് ഒന്നുമില്ല. സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഇതാണ് സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ. ഇത് കോംപ്ലക്സ് ഹെലിക്സ് അല്ല. ഇതാണ് ഹെലിക്സ് എന്ന് പറയുന്നത്, ഇത് ഹെലിക്സ് അല്ല. അപ്പോൾ ഇറ്റ് കനോട്ട് ഹോൾഡ് അയഡിൻ. അപ്പോൾ അതിന് അയഡിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ഫോർമേഷൻ ഉണ്ടാവുകയില്ല. അടുത്തതാണ് ഗ്ലൈക്കോജൻ. അത് ആനിമൽസിലേക്ക് റിസർവ് ഫുഡാണ്. ഇപ്പം നമ്മുടെയൊക്കെ കേസിൽ നമ്മൾ ഗ്ലൂക്കോസ് എടുക്കും, എന്നിട്ട് എക്സസ് ഗ്ലൂക്കോസ് ആവശ്യത്തിന് എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കും, ATP പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കും. അതിനുശേഷം എക്സസ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനായിട്ട് ലിവറിലൊക്കെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാണ് ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ, ഗ്ലൈക്കോജൻ. ഓക്കെ. ഇനി വേറെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇനുലിൻ, അത് പോളിമർ ഓഫ് ഫ്രക്ടോസിൻ്റെ പോളിമറാണ് ഇനുലിൻ എന്ന് പറയുന്നത്. അതുപോലെ കൈറ്റിൻസ് എക്സോസ്കെലിട്ടൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർത്രോപോഡയിൽ എക്സോസ്കെലിട്ടൺ, ഇപ്പോൾ വണ്ടിൻ്റെയൊക്കെ എക്സോസ്കെലിട്ടൺ കൈറ്റിനസ് ആണ്. അത് N-അസിറ്റൈൽ ഗ്ലൂക്കോസാമിൻ്റെ പോളിമറാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇനി കൈറ്റിൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയണം സെൽ വാൾ ഓഫ് ഫംഗൈ ആൻഡ് എക്സോസ്കെലിട്ടൺ ഓഫ് ആർത്രോപോഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിൽ മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോളിസാക്കറൈഡ്സ് ആണ് പോളിമേഴ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ഓർ സിമ്പിൾ ഷുഗേഴ്സ്. ദ ആർ ജോയിൻ ടുഗെദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പിന്നെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാകുന്നത് 2 ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ലിങ്ക് ചെയ്യുമ്പോഴാണ്. ആ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് അതപ്പോൾ അതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള പോളിസാക്കറൈഡ്സ് ഉണ്ട്. ഒന്ന് സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ ഗ്ലൈക്കോജനൊക്കെ ഹോമോപോളിമറാണ്. അതായത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമറുകൾ ജോയിൻ ചെയ്തുണ്ടാകുന്ന പോളിമറാണ് ഹോമോപോളിമർ. ഡിഫറെൻറ്റ് ടൈപ്സ് ആണെങ്കിൽ അത് ഹെറ്ററോപോളിമർ എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് ആണെങ്കിൽ ഹെറ്ററോപോളിമർ. ഇപ്പോൾ സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജനും ഒക്കെ ഹോമോപോളിമേഴ്സാണ്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു പിന്നെ എക്സാമ്പിൾ പറഞ്ഞു സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് പ്ലാന്റ് ടിഷ്യൂലെ എനർജി സോഴ്സാണ്. ഗ്ലൈക്കോജൻ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ആനിമൽസ്. അതുപോലെ സ്റ്റാർച്ചിന് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഹെലിക്സിന് ഇടയിലായിട്ട് അയഡിനെ ഹോൾഡ് ചെയ്യാൻ അതിന് പറ്റും. അതുകൊണ്ടാണ് അയഡിൻ സ്റ്റാർച്ചിൽ ഒരു നീല കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലുലോസിനാണെങ്കിൽ ഇങ്ങനത്തെ കഴിവില്ല. അതുകൊണ്ട് സെല്ലുലോസിലേക്ക് നമ്മൾ അയഡിൻ ആഡ് ചെയ്താലും ബ്ലൂ കളറ് കിട്ടില്ല. സെല്ലുലോസ് പ്ലാന്റ് സെൽ വാളിൻ്റെ അതുപോലെ കോട്ടൺ ഫൈബറിൻ്റെയൊക്കെ കമ്പോണൻ്റാണ്. അതുപോലെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സ് വരുന്നതാണ് ഇനുലിൻ, കൈറ്റിനൊക്കെ. ഇനുലിൻ ഫ്രക്ടോസിൻ്റെ പോളിമറാണ്. കൈറ്റിൻ N-അസറ്റൈൽ ഗ്ലൂക്കോസമിൻ്റെ പോളിമറാണ്. പിന്നെ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോളിസാക്കറൈഡ് ചെയിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു ഗ്ലൈക്കോജൻ പോലെയുള്ള പോളിസാക്കറൈഡ് ചെയിന്. അപ്പോൾ അതിൻ്റെ റൈറ്റ് എൻഡിനെ നമ്മൾ പറയുന്ന പേര് റെഡ്യൂസിങ് എൻഡ് എന്നും ലെഫ്റ്റ് എൻഡിനെ നോൺ റെഡ്യൂസിങ് എൻഡ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇതിന് ബ്രാഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം ബ്രാഞ്ചസ് ഉണ്ടാവും. ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡിൻ്റെ, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഒരു പോളിസാക്കറൈഡിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് എൻഡും ഉണ്ട് ലെഫ്റ്റ് എൻഡും ഉണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ചസും ഉണ്ട്. ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോളിമറാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ റൈറ്റ് എൻഡിനെ നമ്മൾ പറയുന്ന പേര് റെഡ്യൂസിങ് എൻഡ് എന്നും ലെഫ്റ്റ് എൻഡിന് പറയുന്ന പേര് നോൺ റെഡ്യൂസിങ് എൻഡ് എന്നും. ഇത്രയുമാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൽ മെയിനായിട്ടും പറയാനുള്ളത്. അടുത്ത ബയോമാക്രോ മോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നെക്സ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്. അതുപോലെ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ന്യൂക്ലിക് ആസിഡ്സ് ഹെറ്ററോപോളിമറാണ്. ദേ ആർ ഓൾസോ പോളിമേഴ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ഓർ പോളിന്യൂക്ലിയോടൈഡ്സ്. ദേ ആർ ഹെറ്ററോപോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അതായത് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്താണ് ഇത് ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാ ന്യൂക്ലിയോടൈഡ്സും ഒരുപോലെയല്ല. സോ ദേ ആർ നോൺ ആസ് ഹെറ്ററോപോളിമേഴ്സ്. ന്യൂക്ലിക് ആസിഡ്സ് 2 തരത്തിലാണുള്ളത് മെയിനായിട്ടും, DNA ആൻഡ് RNA. DNAയുടെ ഫുൾ ഫോമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതേസമയം RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. അതായത് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണ് DNAയിലുള്ളത്. പക്ഷേ RNAയിലോ റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അതൊരു മാക്രോമോളിക്യൂളാണ്. ഈ പറയുന്നതൊക്കെ ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ വരുന്ന മാക്രോമോളിക്യൂളാണ്. ഇനി DNA RNAയുടെ ഒക്കെ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ക്യാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്റി. അതായത് പാരമ്പര്യത്തെ വഹിക്കുന്നവർ. അപ്പോൾ ന്യൂക്ലിയോടൈഡ് അതാണ് DNA RNAയുടെ ഒക്കെ ഒരു മേജർ ഫംഗ്ഷൻ, ന്യൂക്ലിക് ആസിഡ്സിൻ്റെ മേജർ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സിനെ, പാരമ്പര്യം, ആ ക്യാരക്ടേഴ്സിനെ വഹിക്കുന്നവരാണ് ന്യൂക്ലിക് ആസിഡ്സ്. ഇനി DNAയുടെ സ്ട്രക്ചറാണ് പറയുന്നത്. DNA ഒരു ഡബിൾ ഹെലിക്സ് ആണ്. ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റുഗോവണി പോലെ, അതായത് ഒരു സ്പ്രിങ് പോലത്തെ സ്ട്രക്ചറാണ്. പക്ഷേ അത് ഡബിൾ റിങ് ആണ്. കണ്ടോ, ഡബിൾ ആയിട്ടുള്ള സ്പ്രിങ് ആണ്. അതാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചുറ്റുഗോവണി എന്ന് പറയും. നമ്മൾ ഈ ഫിലിമിലൊക്കെ അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ വലിയ വലിയ ഹൈവേയിലെ വാട്ടർ ടാങ്കിൻ്റെ, കോൺക്രീറ്റ് വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ
ചുറ്റുഗോവണി ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണും, ഒരു തൂണുണ്ടാവും, അതിലും കൂടി ഇങ്ങനെ അതിനെ ചുറ്റിയുള്ള ഗോവണി. ആ സ്ട്രക്ചറാണ് ഏകദേശം DNA-ക്കുള്ളത്. സെക്കൻഡറി സ്ട്രക്ചർ DNA എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞു DNA ഈസ് എ ഹെറ്ററോ പോളിമർ. DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. ഇനി എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ്? അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിലൊരു നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത്രയും കൂടിയതിനാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എ ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് എ നൈട്രജൻ ബേസ്, എ പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ കണ്ടെയ്നിങ് റിംഗ് സ്ട്രക്ചറാണ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പെൻറ്റോസ് ഷുഗർ, പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ പെൻറ്റ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഷുഗർ, കൂടാണ്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഈ 3 കാര്യങ്ങളും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അതുപോലെ ഈ നമുക്ക് കാണാം DNA-ക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, 2 സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കുന്ന ഒരു സ്ട്രാൻഡ് ഒരു ന്യൂക്ലിയോടൈഡാണ്. അതായത് ഒരു ന്യൂക്ലിയോടൈഡല്ല, പോളിന്യൂക്ലിയോടൈഡാണ്. അങ്ങനത്തെ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ചേർന്നിട്ടാണ് ഒരു DNA മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതേസമയം RNA ആണെങ്കിൽ സിംഗിൾ സ്ട്രാൻഡാണ്. RNA കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ polynucleotide strand or chain, while DNA consists of 2 polynucleotide chains. പിന്നെ ഈ ന്യൂക്ലിയോടൈഡ്സ്, ഈ DNA-യിലെ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സ് ദേ ആർ അറേഞ്ച്ഡ് ആൻറ്റി പാരലലി. അതായത് അവർക്കൊരു ഡയറക്ഷൻ ഉണ്ട്. ഈ ഓരോ ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡിനും ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ പറയുന്ന സ്ട്രാൻഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഈ വരയ്ക്കുന്ന സ്ട്രാൻഡിന്. ആ സ്ട്രാൻഡിൻ്റെ ഡയറക്ഷനാണ് 3' to 5'. 3' to 5' ഡയറക്ഷൻ. അത് പറയുന്നത് ഈ DNA മോളിക്യൂളിലെ ആദ്യത്തെയും അവസാനത്തെ ആയിട്ടുള്ള റൈബോസ് ഷുഗറിൻ്റെ 3rd കാർബണും 5th കാർബണിൻ്റെയും അലൈൻമെൻറ്റ് വെച്ചിട്ടാണ് ആ ഡയറക്ഷൻ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇയറിൽ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഒരു സ്ട്രാൻഡ് 5' to 3' ആണെങ്കിൽ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് വിൽ ബി 3' to 5'. ഇവിടെ നോക്കിയേ, ഇത് 3യിൽ നിന്ന് അവസാനം എത്തി നിൽക്കുന്നത് 5ലേക്ക്, ഇത് 5ൽ നിന്ന് 3ലേക്ക്. അതാ പറയുന്നത് വൺ സ്ട്രാൻഡ് ഇസ് 5' to 3' വൈൽ ദ അതർ സ്ട്രാൻഡ് ഇസ് 3' to 5'. അതാണ് ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്യാരക്ടർ പറയുന്നത് ഒരു ഫുൾ ടേൺ. ഒരു ഫുൾ ടേൺ എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഫുൾ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 സ്റ്റെപ്സ് ഉണ്ടാവും. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഫുൾ ടേൺ എന്ന് പറയുന്നത്. ഒന്ന് മുഴുവൻ ചുറ്റി വരിക. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് 2 പോളിന്യൂക്ലിയോടൈഡ്. ഈ 2 പോളിന്യൂക്ലിയോടൈഡ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. ഇവിടെ CG എന്ന് കാണണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ AT കണ്ടോ, ഇതാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഈ നൈട്രജൻ ബേസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ആ കുത്തിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡിനൈൻ, അതായത് നൈട്രജൻ ബേസസ് 2 തരത്തിലുണ്ട്, പ്യൂറീൻസ് ആൻഡ് പിരിമിഡീൻസ്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ റഫായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല. പക്ഷേ കാര്യം മനസ്സിലാക്കിയാലേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ DNA is a double stranded structure. Each strand is formed of a polynucleotide chain. ഓരോ സ്ട്രാൻഡും ഉണ്ടായിരിക്കുന്നത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ്. ഇനി ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസിൻ്റെ ഒരു പ്രത്യേകത, ദേ ഷോസ് ആൻറ്റി പാരലൽ പൊളാരിറ്റി ഓർ ഓപ്പോസിറ്റ് പൊളാരിറ്റി. That is, one of the strand will be in 5' to 3' direction while the other will be in 3' to 5' direction. എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ each polynucleotide chain is a heteropolymer. It's a heteropolymer of nucleotides. അവിടുത്തെ മോണോമേഴ്സിനെ പറയുന്ന പേരാണ്, ന്യൂക്ലിക് ആസിഡ്സിൻ്റെ മോണോമേഴ്സിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡുകൾ. ഇനി ഈ ന്യൂക്ലിയോടൈഡ്സ് 2 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ്? അത് പ്യൂരീൻസും പിരിമിഡീൻസും.
പ്യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനൈൻ എന്നും ഗ്വാനിൻ എന്നും പറഞ്ഞ 2 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതാണ് പ്യൂറിൻസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഡയഗ്രം ഒക്കെ ഉണ്ട്. അഡിനീൻ ആൻഡ് ഗ്വാനിൻ. പിന്നെ തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ, അതാണ് പിരിമിഡീൻ എന്ന് പറയുന്നത്. പിരിമിഡീൻ. അപ്പോൾ ഈ 2 ഞാൻ പറഞ്ഞ ഈ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സിലും എന്തൊക്കെയുണ്ട്? ഈ പറയുന്ന അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ അതായത് ഈ കാണുന്ന 2 സ്ട്രാൻഡിനെയും നൈട്രജൻ ബേസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അതാണ് ഈ കുത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂരിൻ ഓൾവേസ് പെയർ വിത്ത് എ പിരിമിഡീൻ, അങ്ങനെയാണ്. അതായത് അഡിനൈൻ ആണെങ്കിൽ അഡിനൈൻ ഓൾവേസ് പെയർ വിത്ത് തൈമീൻ ബൈ ഡബിൾ ബോണ്ട് ഫോർമേഷൻ. വൈൽ അഡിനൈൻ തൈമീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട്, പിന്നെ ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ അതായത് GC ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. മനസ്സിലായോ? അഡിനൈൻ തൈമീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടും ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടും. അങ്ങനെയാണ് ആ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനും ടുഗെദർ, ദേ ആർ ഹെൽഡ് ടുഗെദർ ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനിയാണ് പറയാൻ പോകുന്നത് ഒരു ടേണിൽ, ഇതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. ഒരു ടേണിൽ 10 സ്റ്റെപ്സ് ഉണ്ട്, 10 ബേസ് പെയേഴ്സ് ഉണ്ടാവും. 10 സ്റ്റെപ്സ് ഓർ 10 ബേസ് പെയേഴ്സ്. മനസ്സിലായോ? 10 സ്റ്റെപ്സ് അല്ലെങ്കിൽ 10 ബേസ് പെയേഴ്സ് ഉണ്ടാവും. ഇനി ഓരോ ലെങ്ത് ഓഫ് 1 ഫുൾ ടേൺ, ഒരു ഫുൾ ടേണിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്രയ്ക്കുള്ള നീളം, ഈ പറയുന്നത് ഒരു ഫുൾ ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു ഫുൾ ടേൺ, അത് 3 ലെങ്ത് ഓഫ് ഫുൾ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് 34 ആങ്സ്ട്രം. ഒരു ഫുൾ ടേൺ 34 ആങ്സ്ട്രം ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് സ്റ്റെപ്സ്, അതായത് 2 നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.34 നാനോമീറ്റർ ആണ്. ഒരു ടേണിൽ എത്ര ഉണ്ട്? അങ്ങനത്തെ 10 സ്റ്റെപ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫുൾ ടേൺ, ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ വരികയാണ്. അതിലൊരു ഫുൾ ടേൺ എന്ന് പറഞ്ഞ് ചുറ്റി വരുമ്പോൾ അവിടെ 10 സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 10 ബേസ് പെയേഴ്സ് ഉണ്ട്. ഒരു ഫുൾ ടേണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഒരു ഫുൾ ടേൺ അതായത് ഈ 10 ബേസ് പെയേഴ്സ്, 1ാമത്തെ ബേസ് പെയറും 10ാമത്തെ ബേസ് പെയറിനും ഇടയ്ക്കുള്ള നീളം 34 ആങ്സ്ട്രമാണ്, അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ എന്ന് പറയാം. 34 ആങ്സ്ട്രം. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത്താണ് 3.34 നാനോമീറ്റർ. ഇനി അടുത്ത് പറയുന്ന ബാക്ക് ബോൺ ഓഫ് DNA ഈസ് ഫാംഡ് ബൈ ഷുഗർ ഫോസ്ഫേറ്റ് ചെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നൈട്രജൻ ബേസ് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കിയിരിക്കുന്നത് ഒരു നൈട്രജൻ ബേസ്, ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണ് ബേസസ് കാണുന്നത്. ഇതാണ് DNA ഇങ്ങനെ ശരിക്കും നിവർത്തി വെച്ചാൽ ഇങ്ങനെയായിരിക്കും ഒരു ഏണിയുടെ രൂപത്തിൽ. അപ്പോൾ ഈ ഏണിയുടെ ഈ ഭാഗവും ഈ ഭാഗവും ഇല്ലേ, അതുണ്ടാക്കിയിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. ഷുഗർ ഫോസ്ഫേറ്റ്. അതിൻ്റെ ഇടയ്ക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ, അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ്റെയൊക്കെ സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ജസ്റ്റ് അത് നോക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അഡിനൈൻ അതുപോലെ പ്യൂറിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ റിംഗ് സ്ട്രക്ചറും പിരിമിഡീൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ റിംഗ് സ്ട്രക്ചറുമാണ്. എ പ്യൂറിൻ ഓൾവേസ് പെയർ വിത്ത് എ പിരിമിഡീൻ, അതായത് അഡിനൈൻ ഓൾവേസ് പെയർ വിത്ത് തൈമീൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. Adenine thymine bonding is a double bond while guanine cytosine bonding is triple bond. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്, അതായത് ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? നേരത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ടെന്ന് പറഞ്ഞു, പ്രോട്ടീൻ്റെ കാര്യത്തിൽ പെപ്റ്റൈഡ് ബോണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഏത് ബോണ്ട് വെച്ചാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്? ആ ബോണ്ടിന് പറയുന്ന പേരാണ്
ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് അല്ലെങ്കിൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ് എന്തിനു സഹായിക്കുന്നത്? ഈ രണ്ട് ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ആ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ന്യൂക്ലിയോടൈഡിൽ പലവിധ സാധനങ്ങളുണ്ട്. ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഷുഗറിൻ്റെ 3rd കാർബണും 5th കാർബണുമാണ് നമ്മുടെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് എസ്റ്റർ ബോണ്ടാണ്, ആസിഡ് ആൽക്കഹോൾ ബോണ്ട് എന്ന് പറയും. എസ്റ്റർ ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നമ്മുടെ ഷുഗറിൻ്റെ കാർബണും തമ്മിൽ എസ്റ്റർ ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 2 ന്യൂക്ലിയോടൈഡുകളുമായിട്ട് 2 അഡ്ജസൻറ്റ് ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണൊരു ഷുഗർ. ഈ ഷുഗറിൻ്റെ 1st കാർബണിലേക്ക് നമ്മുടെ ബേസ് അറ്റാച്ച് ചെയ്യുന്നു. നൈട്രജൻ ബേസ്, അഡിനൈൻ ആവാം, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഏത് വേണമെങ്കിലും ആവാം. ഇനി ഇതാണ് ഫസ്റ്റ്, ഇത് 2, ഇത് 3, ഇത് 4, പിന്നെ ഇങ്ങോട്ടൊരു CH2OH ഉണ്ട്. അപ്പോൾ ഇതാണ് 5ാമത്തെ കാർബൺ ആറ്റം. അപ്പോൾ ഈ 3rd കാർബണിലേക്കാണ് അടുത്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുക. എന്നിട്ട് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷുഗറിൻ്റെ ഇവിടെ 5th കാർബണല്ലേ വരിക, ഈ 5th കാർബണിലേക്കാണ് ലിങ്ക് ചെയ്യുക. അപ്പം നോക്കിയേ, ഈ സെയിം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ 2 കാർബൺ ആറ്റംസിലേക്ക് ലിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അപ്പോൾ DNA ഇസ് എ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ, ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഇതിന് ഒരു ചുറ്റുഗോവണിയുടെ സ്ട്രക്ചറാണ്. അങ്ങനെ ടേൺ ചെയ്തിരിക്കും. ഒരു സ്പ്രിങ് എന്ന് നിങ്ങളൊക്കെ സങ്കല്പിക്കരുത്, 2 സ്പ്രിങ് ഒരുമിച്ച് വെച്ച പോലെ, അല്ലെങ്കിൽ ചുറ്റുഗോവണി പോലെ. ആ സ്ട്രക്ചറാണ് DNAക്ക്. അത് പോളി ന്യൂക്ലിയോടൈഡാണ്. ഇറ്റ് ഇസ് എ ഹെറ്ററോപോളിമർ. എ സിംഗിൾ ന്യൂക്ലിയോടൈഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നൈട്രജൻ ബേസ്, ഷുഗർ, പെൻറ്റോസ് ഷുഗർ, 5 കാർബൺ ഷുഗർ ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി ഈ പെൻറ്റോസ് ഷുഗർ തന്നെ 2 തരത്തിലുണ്ട്, റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ഈ റൈബോസ് RNAയിലും ഡിയോക്സി റൈബോസ് DNA-യിലും. അതുപോലെ DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, പക്ഷേ RNA ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അതുപോലെ DNA-യിൽ തൈമീൻ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ് ആണുള്ളത്, പക്ഷേ RNA-യിൽ തൈമീൻ ഇല്ല, അതിന് പകരം യുറാസിലാണുള്ളത്. ഇതൊക്കെ DNA RNA തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. പിന്നെ ഒരു ഫുൾ ടേൺ, അതിൽ 10 സ്റ്റെപ്സ് ഉണ്ട്. ലെങ്ത് ഓഫ് 1 ടേൺ എന്ന് പറഞ്ഞാൽ 34 ആങ്സ്ട്രോമാണ്. അപ്പോൾ 2 നൈട്രജൻ ബേസുകൾ തന്നെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 0.34 നാനോമീറ്ററാണ്. പിന്നെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, ഇതാണ് ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷുഗറും ഫോസ്ഫേറ്റുമാണുള്ളത്. ബേസ് ഈ നടുക്കിലേക്ക് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതൊരു ഏണിയുടെ സ്ട്രക്ചറാണ്. ഈ ഏണി ഇങ്ങനെ വളച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ കാണുന്ന സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ DNA. ഇനി 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഏത് ബോണ്ട് വെച്ചിട്ടാണ്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വെച്ചിട്ടാണ്. അത് ഡൈഎസ്റ്റർ എന്ന് പറയാനുള്ള കാരണമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബയോ മാക്രോ മോളിക്യൂൾസിൽ വരുന്നത്. ഓക്കെ.